പ്രിയപ്പെട്ട കുട്ടികളെ, 10ാം ക്ലാസ്സിലെ ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അധ്യായം 6ൻ്റെ അവസാന എപ്പിസോഡാണിന്ന്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് അസൈൻമെൻറ്റുകളിലൂടെ ഒന്ന് കടന്നു പോകാം. എന്തായിരുന്നു ചോദ്യം? എ പാർട്ട്, എന്താണ് ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം? വാട്ട് ഈസ് ന്യൂട്ടൺസ് കളർ ഡിസ്ക്? ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളെല്ലാം ആ ധവളപ്രകാശത്തിലെ അതേ ക്രമത്തിലും അതേ അനുപാതത്തിലും പെയിൻറ്റ് ചെയ്തെടുത്ത ഒരു ഡിസ്ക്കാണ് ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം. ന്യൂട്ടൺസ് കളർ ഡിസ്ക് ഈസ് എ ഡിസ്ക് ഇൻ വിച്ച് all the component colors of white light are painted on it in the same order and in the same proportion. ബി ചോദിച്ചത്, ഈ വർണ്ണപമ്പരത്തെ വേഗത്തിൽ കറക്കുമ്പോൾ എന്ത് കാണുന്നു? വാട്ട് ഡു യു സീ വെൻ ദ ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് ഫാസ്റ്റ്? എന്താ ഉത്തരം? പറയൂ. ശരി തന്നെയാണ്, ഉറച്ചൊന്ന് പറഞ്ഞാൽ മതി. യെസ്, ഡിസ്ക് വെളുത്തതായി കാണപ്പെടുന്നു. ദ ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ്. ആരെങ്കിലും ഡിസ്ക് വെളുപ്പാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ഡിസ്ക് വെളുത്തതായി തോന്നുന്നു. ഡിസ്ക് ബിക്കംസ് വൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ തിരുത്തണം. ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ്. ഡിസ്ക് അപ്പിയേഴ്സ് വൈറ്റ്. സി, ഉത്തരം സാധൂകരിക്കുക. ജസ്റ്റിഫൈ യുവർ ആൻസർ. ന്യൂട്ടൻ്റെ വർണ്ണപമ്പരം അതിവേഗത്തിൽ കറക്കുമ്പോൾ എല്ലാ സെക്ടറിൽ നിന്നും സമാന വർണ്ണങ്ങൾ പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുകയും മറ്റു വർണ്ണങ്ങൾ എത്തുന്നത് വരെ വീക്ഷണ സ്ഥിരത കാരണം അവിടെ തന്നെ തങ്ങി നിൽക്കുകയും ചെയ്യുന്നതിനാൽ ഡിസ്ക് വെളുത്തതായി തോന്നുന്നു. ഓൺ റൊട്ടേറ്റിംഗ് ദ ഡിസ്ക് വെരി ഫാസ്റ്റ്, ദ റെസ്പെക്റ്റീവ് കളേഴ്സ് ഓഫ് ലൈറ്റ് ഫ്രം ദ സെക്ടേഴ്സ് ഓഫ് ദ ന്യൂട്ടൺസ് കളർ ഡിസ്ക് റീച്ച് അവർ ഐ ഇൻ ക്വിക്ക് സക്സഷൻ ആൻഡ് റിമൈൻസ് ദെയർ until other colors also reach there. So the composite impression of whiteness is seen. The impression of whiteness is seen. Thus the disk appears white. നിങ്ങൾ നല്ല തെളിഞ്ഞ ആകാശമുള്ള സമയത്ത് ആകാശത്ത് നോക്കിയാൽ എന്താ കാണുക? യെസ്, നല്ല മനോഹരമായ നീല ആകാശമല്ലേ? ആരാ ആകാശത്തിന് നീല പെയിൻ്റ് അടിച്ചു കൊടുത്തത്? ഏത് പെയിൻ്റാണ് ഉപയോഗിച്ചത്? ആരാണ് പെയിൻറ്റർ? അറിയണ്ടേ? സൂര്യനാണ് പെയിൻറ്റർ അല്ലേ? നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. വെരി ഗുഡ്, നല്ല ഉത്തരം. സൂര്യൻ എങ്ങനെയാണ് ഈ ആകാശത്തെ നീല ആക്കി തന്നത്? ഈ ചിത്രം നോക്കൂ. സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അന്തരീക്ഷത്തിലെ ചെറു കണികകളിൽ തട്ടി വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നീ 3 വർണ്ണങ്ങൾ, താരതമ്യേന തരംഗദൈർഘ്യം കുറഞ്ഞ ഈ 3 വർണ്ണങ്ങൾ കൂടുതൽ പ്രകാശ വിസരണത്തിന് വിധേയമാകുന്നു. അങ്ങനെ ഇവിടെ ഓരോ കണികകളിലും തട്ടി ചെതറുന്നതും അടുത്ത കണികയിൽ തട്ടി വീണ്ടും ചെതറുന്നതും അതിൻ്റെ അടുത്ത കണികയിൽ തട്ടി വീണ്ടും ചെതറുന്നതും വിവിധ ദിശകളിൽ സഞ്ചരിക്കുന്നതുമായ ചിത്രം കാണുന്നില്ലേ? യെസ്, ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഇങ്ങനെ ക്രമരഹിതവും ഭാഗികവുമായി പ്രതിപതനം നടത്തി പലയിടത്തോട്ട് വ്യാപിക്കുന്നു. ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എന്നിവ അന്തരീക്ഷത്തിൽ ചെതറുമ്പോൾ അതിൻ്റെ സമ്മിശ്ര ഫലം നീലയായതുകൊണ്ട് ആകാശം നീലയായി കാണുന്നു. വെൻ വൈറ്റ് ലൈറ്റ് ട്രാവൽസ് ത്രൂ അറ്റ്മോസ്ഫിയർ, the lights of shorter wavelength, violet, indigo and blue, undergoes partial and irregular reflection, that is scattering. The light spreads out in multi directions.
violet, indigo and blue are scattered more. The mixed effect of this violet, indigo and blue makes the sky appear blue. അങ്ങനെയാണെങ്കിൽ ആകാശം നീലയായിട്ട് കാണുമല്ലേ? ആ, എന്താ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ആ, ചോദിച്ചോളൂ. അതെ, ആ, വന്ന ചോദ്യം ഇതാണ്: ഈ നീല ആകാശം കടലിൽ തട്ടി പ്രതിഫലിക്കുന്നത് കൊണ്ടാണോ കടലിന് നീല കളറെന്ന്? ആണോ? ആലോചിക്കൂ. അല്ലല്ലോ, പിന്നെന്താ? യെസ്, സൂര്യപ്രകാശം ആഴക്കടലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ അന്തരീക്ഷത്തിൽ പറഞ്ഞ അതേ കാര്യം അതേപോലെ അവിടെയും സംഭവിക്കും. അതായത് കടൽ ജലത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ തരംഗദൈർഘ്യം കുറവായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഈ 3 വർണ്ണങ്ങൾ ഒരുപാട് വിസരണത്തിന് വിധേയമാകുന്നു. അവയുടെ സമ്മിശ്രഫലം നീലയായതുകൊണ്ട് ആഴക്കടൽ നീലയായി കാണുന്നു. When white light travels through water in ocean, the lights of shorter wavelength, violet, indigo and blue scatters more. The mixed effect of these 3 colors makes the ocean also appear blue. ഇനി നിങ്ങൾ എന്തെങ്കിലും കടൽ തീരത്തെ കാഴ്ച കാണാൻ പോവുകയാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾക്ക് മനോഹരമായ നീലജലം കടലിൽ കാണാം. എന്നാൽ 2 കൈയും ചേർത്ത് കൈക്കുമ്പിളിൽ ജലം എടുത്ത് നോക്കൂ. ആ ജലത്തിന് നീല കാണുമോ? കാണൂലേ? ചിലർ കാണുമെന്ന് പറയുന്നു, ചിലർ കാണൂല എന്ന് പറയുന്നു. ഞാൻ ഉത്തരം പറയുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കടൽ കാണാൻ പോകുമെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഈ ഒരു കുമ്പിൾ ജലം എടുക്കാൻ വേണ്ടി കടലിൻ്റെ അകത്തങ്ങ് ഒരുപാട് ഇറങ്ങി ചിലർ കേട്ടോ. നിങ്ങൾ കരയിൽ നിൽക്കുമ്പോൾ തിരമാല കരയ്ക്ക് അടുക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്താൽ മതി. ഒരു കൈ അച്ഛനെയോ അധ്യാപകനെയോ പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് വെള്ളം എടുത്തോളൂ. അങ്ങനെ സുരക്ഷിതമായിട്ട് കൈകാര്യം ചെയ്യും. എന്നിട്ട് എങ്ങനെ കാണുന്നു എന്ന് നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കിക്കോളൂ. ഇനി ആകാശം എപ്പോഴും നീലയാണോ? ഈസ് ദ സ്കൈ ഓൾവേസ് ബ്ലൂ? നെവർ അല്ലേ? എപ്പോഴും നീലയായിട്ട് കാണുന്നില്ല. ഭൂരിഭാഗം സമയത്ത് നീലയാണ്. The sky appears blue for most of the time but not always. സൂര്യ ഉദയ സമയത്തും സൂര്യ അസ്തമന സമയത്തും ഏകദേശം ചുവപ്പായി കാണുന്നു അല്ലേ? അതിൻ്റെ കാരണം നോക്കാം. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. കണ്ടോ, ഉച്ചയ്ക്ക് സൂര്യനിൽ നിന്ന് പ്രകാശം നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നോക്കൂ, അന്തരീക്ഷത്തിൽ കൂടി എത്ര ദൂരം സഞ്ചരിക്കുന്നു. അതുപോലെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അന്തരീക്ഷത്തിൽ കൂടി പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നു? രണ്ട് സമയത്തും സഞ്ചരിച്ചത് ഒരേ ദൂരമാണോ? പറയൂ. അല്ലേ? എപ്പോഴാണ് കുറവ് ദൂരം സഞ്ചരിച്ചത്? നട്ടുച്ചയ്ക്കല്ലേ? എപ്പോഴാണ് കൂടുതൽ ദൂരം സഞ്ചരിച്ചത്? പറഞ്ഞോളൂ. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, സൂര്യ ഉദയ സമയത്തും സൂര്യ അസ്തമന സമയത്തും അല്ലേ? യെസ്. അപ്പോൾ ഉച്ചയ്ക്ക് സഞ്ചരിച്ച ദൂരം കൂടുതലോ കുറവോ? കുറവാണ്. അപ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ മാത്രം വിസരണത്തിന് വിധേയമാവുകയും ഈ ചിതറിപ്പോയ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ഉൾപ്പെടെ എല്ലാ വർണ്ണങ്ങളും ഭൂമിയിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ ആകാശത്ത് ചേർന്ന കാരണം ആകാശത്തിന് നീല നിറവും കിട്ടുന്നു. എന്നാൽ സൂര്യ ഉദയ സമയത്തും സൂര്യ അസ്തമന സമയത്തും ചിത്രത്തിൽ നോക്കൂ, പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം നേരത്തെ സഞ്ചരിച്ച അതേ ദൂരമാണോ, കൂടുതൽ ദൂരമാണോ? യെസ്, വളരെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നു അല്ലേ? ഇത്രയും ദൂരം സഞ്ചരിക്കുമ്പോൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ മാത്രം ചെതറിയാൽ മതിയോ? ഇനിയും ഒരുപാട് മൈലുകൾ താണ്ടാനുണ്ട് പ്രകാശത്തിന്. അവിടെയെല്ലാം പല വലിപ്പത്തിലുള്ള കണികകളുണ്ട്. ഇതിലെല്ലാം തട്ടി മിക്കവാറും എല്ലാ ഘടകവർണ്ണങ്ങളും ചുവപ്പൊഴിച്ച് മിക്കവാറും എല്ലാ ഘടകവർണ്ണങ്ങളും ഈ കണികകളിൽ തട്ടി വിസരണത്തിന് വിധേയമാകുന്നു. അത് വിസരിച്ച് അവിടെ തന്നെ അങ്ങ് നഷ്ടമാകുന്നു.
നമ്മുടെ അടുത്തോട്ട് എത്തുന്നുമില്ല. അപ്പോൾ പിന്നെ സൂര്യനിൽ നിന്ന് ഏത് പ്രകാശം മാത്രം നമ്മുടെ കണ്ണിലെത്തും? യെസ്, വെരി ഗുഡ്. റെഡ് നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അതെ, റെഡ് ഒഴിച്ച് ബാക്കി എല്ലാ ഘടകവർണ്ണങ്ങളും ചെതറിപ്പോയല്ലേ? ചെതറി അവിടെ തന്നെ തീർന്നു. ചുവപ്പ് മാത്രം കണ്ണിലെത്തിയതുകൊണ്ട് ചുവപ്പായിട്ട് കാണുന്നു. അതായത് അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: സൂര്യ അസ്തമന സമയത്തും സൂര്യ ഉദയ സമയത്തും പ്രകാശം അന്തരീക്ഷത്തിൽ കൂടി ഒരുപാട് ദൂരം സഞ്ചരിക്കുന്നതിനാൽ ചുവപ്പൊഴികെ മിക്കവാറും എല്ലാ ഘടകവർണ്ണങ്ങളും വിസരണത്തിന് വിധേയമായി നഷ്ടപ്പെടുന്നു. ചുവന്ന പ്രകാശം മാത്രം കണ്ണിലെത്തിയത് കൊണ്ട് സൂര്യൻ ചുവപ്പായി കാണുന്നു. ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ് the rays of light have to travel a longer distance through air. Because of the traveling of the longer distance, most of the component colors are scattered off. The component colors are scattered എന്നല്ല ഞാൻ പറഞ്ഞത്. The component colors are scattered off. So the light reaching our eye will be predominantly red in color, and this makes the sun appear red during sunrise and sunset. ഉദയസൂര്യനും അസ്തമയസൂര്യനും. നല്ല മനോഹരമായ നീലാകാശം അല്ലേ? നമ്മുടെ ഭൂമിക്ക് ചുറ്റും ആവരണമായി അന്തരീക്ഷമുണ്ട്. ഈ അന്തരീക്ഷത്തിൽ വായു കണികകളും ജലകണികകളും ജലകണികകളുടെ പൊടിപടലവുമുണ്ട്. ഇപ്പോൾ ആകാശം നീലയായി തന്നെ കാണുന്നു അല്ലേ? ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യപ്രകാശം അന്തരീക്ഷത്തിൽ കൂടി കൂടുതൽ സഞ്ചരിക്കുന്നതിനാൽ ചുവപ്പൊഴികെ ബാക്കി എല്ലാ വർണ്ണങ്ങളും അന്തരീക്ഷത്തിൽ തന്നെ പൂർണ്ണമായും വിസരണത്തിന് വിധേയമാകുന്നു. അതിനാൽ മിക്കവാറും ചുവന്ന വർണ്ണം മാത്രം കണ്ണിലെത്തുകയും സൂര്യനും സമീപ പ്രദേശവും ചുവപ്പായി തോന്നുകയും ചെയ്യും. സൂര്യൻ്റെ സ്ഥാനം മാറുമ്പോൾ ആകാശത്തിൽ കൂടി സൂര്യപ്രകാശം സഞ്ചരിക്കുന്ന ദൂരവും മാറുന്നു. ഇപ്പോൾ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ നമ്മുടെ കണ്ണിലെത്തുകയും അവയുടെ മിശ്രിത രൂപമായി സൂര്യനും സമീപ പ്രദേശവും കാണുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾക്കൊന്ന് പറയാമോ, ഡേഞ്ചർ ലാമ്പുകൾക്ക്, അപകട സൂചന നൽകുന്ന ലാമ്പുകൾക്ക് ഏത് നിറത്തിലുള്ള വർണ്ണമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? യെസ്, ചുവപ്പ്. ശരിയാണ്. എന്താണ് കാരണം? ചുവപ്പിന് തരംഗദൈർഘ്യം കുറവോ കൂടുതലോ? ധവളപ്രകാശിത ഘടകവർണ്ണങ്ങളിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയവനാണ് ചുവപ്പ് അല്ലേ? അപ്പോൾ ചുവന്ന പ്രകാശം അധികം വിസരണത്തിന് വിധേയമാകുന്നില്ല. അത് ബഹുദൂരം സഞ്ചരിക്കും. അന്തരീക്ഷത്തിൽ കൂടി കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോഴും ചുവപ്പിൻ്റെ തീവ്രത കുറയുന്നില്ല. അതുകൊണ്ട് വളരെ ദൂരെ നിന്ന് തന്നെ വ്യക്തമായി കാണാം. ഇതുപോലെ തന്നെ വാഹനങ്ങൾക്കും സിഗ്നൽ ലാമ്പുകളായിട്ട് ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് ലാമ്പുകൾ ഉപയോഗിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഓറഞ്ച്, ചുവപ്പ് എന്നീ വർണ്ണങ്ങൾ തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അധികം ചിതറുന്നില്ല, അധികം വിസരണത്തിന് വിധേയമാകുന്നില്ല. അതുകൊണ്ട് വളരെ ദൂരെ എത്തുകയും അതിൻ്റെ തീവ്രത നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഭംഗിയായിട്ട് കാണാൻ കഴിയും. വി യൂസ് റെഡ് ലൈറ്റ് ആസ് എ ഡേഞ്ചർ ലാമ്പ്. Orange and red lights in the signal indicators of vehicles. This is because orange or red having higher wavelength scatters only less. The intensity of light does not decrease much while traveling through air. The intensity of red light or orange light does not reduce much. So the light can be seen even from a longer distance. അതുകൊണ്ടാണ് സിഗ്നൽ ലാമ്പായിട്ട് ചുവപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഈ ചിത്രം നോക്കൂ. ഒരു മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണുന്നു അല്ലേ? എന്താണത്? അതെ, ശരിക്കും മരങ്ങൾ നിൽക്കുന്ന ആ മരക്കൂട്ടത്തിനിടയിൽ പ്രകാശം വരുന്ന പാത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു അല്ലേ? ചില ദിവസങ്ങളിൽ രാവിലെയോ വൈകുന്നേരങ്ങളിലോ ജനലിൻ്റെ ഇടയിൽ കൂടി പ്രകാശം നിങ്ങളുടെ മുറിയിലോട്ട് വരുമ്പോൾ അവിടെയും ആ പ്രകാശപാത നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ടല്ലേ? ഇൻ ദ ഏർലി മോർണിംഗ്
or evening, if sunlight comes obliquely through windows, you can see the path of light. എന്താ ഇതിന് കാരണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നുണ്ട്, മരങ്ങളുടെ ഇടയിൽ കൂടി പ്രകാശപാത കാണാം. അതിന് കാരണം അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളിലും മറ്റ് പല കണികകളുമുണ്ട്. ഈ കണികയിൽ കൂടി ഒരു ചെറിയ ബീം പ്രകാശം കടന്നു പോകുന്ന പ്രകാശം ഈ കണികയിൽ തട്ടി വിസരണത്തിന് വിധേയമാകുന്നു. അങ്ങനെ വിസരണത്തിന് വിധേയമാകുന്നതുകൊണ്ട് ഈ കണികകളെല്ലാം ദൃശ്യവൽക്കരിക്കപ്പെടുന്നു. ആ പ്രകാശം പോകുന്ന പാതയിലെ കണികകളെല്ലാം ദൃശ്യവൽക്കരിക്കപ്പെടുമ്പോൾ ആ പ്രകാശത്തിൻ്റെ പാത നമ്മൾ കാണുന്നു. ഇതിനെയാണ് ടിൻറ്റൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? യെസ്, ടിൻറ്റൽ ഇഫക്റ്റ്. When light travels as a narrow beam through atmosphere, the particles in the air will scatter the light. Because of this scattered light, the particles becomes visible. Thus the path of light becomes visible for us, and this is what we call as Tyndall effect. ഇതാണ് ടിൻറ്റൽ ഇഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരം ഉണ്ടായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കാണുമ്പോഴും ഇതിനു മുമ്പ് നിങ്ങൾ കണ്ട അതിൻ്റെ ഭംഗി ആസ്വദിച്ചിരുന്നുവെങ്കിൽ ഇനി ഇതുപോലത്തെ ദൃശ്യം കാണുമ്പോൾ അതിൻ്റെ പിറകിലെ ഫിസിക്സ് എന്താണ് കണ്ടെത്തുക. പ്രപഞ്ചത്തിൽ നിങ്ങൾ കാണുന്ന ഏത് പ്രതിഭാസത്തിന് പുറകിലും ഒരു അത്യാവശ്യം ഫിസിക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫിസിക്സ് എന്ന വാക്കിൻ്റെ മീനിങ് തന്നെ നേച്ചർ എന്നാണ്. ഇപ്പോൾ ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നേച്ചറിനെ കുറിച്ച് പഠിക്കുക, അതാണ് ഫിസിക്സ് പഠനം. അപ്പോൾ ഏത് പ്രതിഭാസം കണ്ടാലും അതിൻ്റെ കാരണം നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. അങ്ങനെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കണം ഫിസിക്സ് പഠനം. എന്ത് കണ്ടാലും അതെന്ത്, എങ്ങനെ, എന്തുകൊണ്ട്, ഇപ്രകാരം ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുന്നവരുടെ നിങ്ങൾ ഫിസിക്സിൽ ഷുവറായിട്ട് A+ വാങ്ങും. ഫിസിക്സിന് ഒന്നിൽ ഫുൾ മാർക്ക് വാങ്ങിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു A+ ഗ്രേഡെങ്കിലും വാങ്ങിച്ചേ പറ്റൂ. ഇനി നമുക്ക് നമ്മൾ ആ ടിൻഡൽ ഇഫക്റ്റ് പഠിച്ചു, വിസരണമൊക്കെ പഠിച്ചു, കാഴ്ച കാണൽ സാധ്യമാക്കുന്ന ഒന്നാണ് പ്രകാശം എന്ന് പഠിച്ചു. ഈ പ്രകാശത്തിന് എന്തുമാത്രം ഗുണങ്ങളല്ലേ. ഈ പ്രകാശം കാരണം നമ്മൾ വസ്തുക്കൾ കാണുന്നു, വിവിധ വർണ്ണങ്ങൾ കാണുന്നു, ആ വിവിധ വർണ്ണങ്ങളുടെ സംയോജനങ്ങൾ കാണുന്നു, അതിൻ്റെയൊക്കെ ഭംഗി നമ്മൾ ആസ്വദിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇത്രയധികം ഗുണങ്ങളുള്ള പ്രകാശം കൊണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമുക്കറിയണ്ടേ? യെസ്, നമ്മൾ വാന നിരീക്ഷണം നടത്തുന്നത് പകലാണോ രാത്രിയാണോ? രാത്രിയാണല്ലേ. എന്താ രാത്രി തന്നെ എടുക്കുന്നത്? പകൽ സൂര്യപ്രകാശം ശക്തമായിട്ട് തീവ്രമായിട്ട് നമ്മുടെ കണ്ണുകൾ വരുന്നുണ്ട്. അതിനപ്പുറത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല, നക്ഷത്രങ്ങൾ നന്നായിട്ട് കാണാൻ കഴിയില്ല. രാത്രിയാകുമ്പോൾ സൂര്യപ്രകാശമില്ലാത്തതുകൊണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റുകൾ വരുന്നത് കൊണ്ട്, കൃത്രിമ പ്രകാശങ്ങൾ വരുന്നത് കൊണ്ട് നമുക്ക് വാന നിരീക്ഷണം തടസ്സപ്പെടും. അതുപോലെ ഇപ്പോൾ കെട്ടിട സമുച്ചയങ്ങൾ നിങ്ങൾ ധാരാളം കാണുന്നുണ്ടല്ലേ, ഉയർന്ന ഫ്ലാറ്റുകൾ, ഇവരൊക്കെ ചിലപ്പോൾ രാത്രിയും പ്രകാശം ഓൺ ചെയ്തിട്ടേക്കും. പ്രകൃതിയിലെ സ്വാഭാവിക പ്രകാശവും മറ്റും നിരീക്ഷിച്ച് സ്വയം വിശകലനം ചെയ്താണ് ദേശാടന പക്ഷികൾ വഴിതെറ്റാതെ സഞ്ചരിക്കുന്നത്. പക്ഷെ രാത്രിയിലെ ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ നിന്നുള്ള പ്രകാശം കാരണം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിപ്പോകും. അവർ എത്തേണ്ടിടത്ത് എത്തുകയില്ല, അവർ എത്തിക്കൂടാത്തടത്ത് എത്തുകയും ചെയ്യാം. അത് അവരുടെ വംശനാശത്തിന് തന്നെ ചിലപ്പോൾ കാരണമാക്കിയേക്കാം. അതുകൊണ്ട് ആവശ്യമില്ലാതെ പ്രകാശങ്ങൾ ഉപയോഗിക്കരുത്. ഇങ്ങനെ ആവശ്യമില്ലാതെ പ്രകാശം അന്തരീക്ഷത്തിൽ വിസരിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യത്തക്കവണ്ണം ഉപയോഗിക്കുന്നത് പ്രകാശ മലിനീകരണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നോക്കാം. ഒന്ന്, ജീവജാലങ്ങളുടെ സ്വാഭാവിക ജീവിതക്രമത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. 2, ആകാശ കാഴ്ച മറയ്ക്കുന്നത് മൂലം വാന നിരീക്ഷണം അസാധ്യമാകുന്നു. ഉയർന്ന ഫ്ലാറ്റുകളിലെ പ്രകാശം ദേശാടന പക്ഷികളുടെ ദിശ തെറ്റിക്കുന്നു. 4, വാഹനങ്ങളുടെ ഹെഡ്ലാമ്പുകളിൽ നിന്നുള്ള
ഹൈ ബീമിൻ്റെ അമിത പ്രകാശം മറ്റുള്ളവരുടെ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും അതുവഴി അപകടമുണ്ടാക്കുകയും ചെയ്യുന്നു. The life cycle of living beings will be affected adversely. Sky watching becomes impossible due to diminished sky vision. The light from tall flats misleads the migrating birds. It affects the accuracy of their judgment of direction. And 4, the excess light from the high beam of headlights in vehicles cause a hindrance to the vision of others, and this may lead to accidents. മാത്രമല്ല, ആവശ്യമില്ലാതെ നമ്മൾ പ്രകാശം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഊർജ്ജം നിർമ്മിക്കാനോ ഊർജ്ജം നശിപ്പിക്കാനോ സാധ്യമല്ല. അപ്പോൾ മറ്റേതെങ്കിലും ഊർജ്ജ രൂപമാണ് പ്രകാശോർജ്ജമായിട്ട് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ മറ്റ് ഊർജ്ജ രൂപങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്നത് ഊർജ്ജ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടും. എന്താണ് ഊർജ്ജ പ്രതിസന്ധി എന്ന ഒരു ചോദ്യം നിങ്ങൾ വന്നു അല്ലേ ഇപ്പോൾ? യെസ്, അതിനെപ്പറ്റി വിശദമായിട്ട് നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാന ക്ലാസ്സായിരുന്നു ഇന്ന്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിപ്പിക്കുന്നതിൻ്റെ അന്ന് തന്നെ നിർബന്ധമായിട്ട് 8 പ്രാവശ്യം വായിക്കണം. ഒരു 2 or 3 പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാം അറിയാം എന്ന് തോന്നും. പക്ഷേ അതൊരു അപകടഘട്ടമാണ്. നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാത്ത സമയത്ത് പലതും അറിയാമെന്ന് തോന്നും. നന്നായിട്ട് മനസ്സിലായി വരുന്ന സമയത്താണ് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ഒരു ചരിത്രമുണ്ട്. ഒരു രാജാവിനെ വാൾപ്പയറ്റ് മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പയറ്റും പഠിപ്പിക്കാനായിട്ട് ഒരു ഗുരു വന്നു. 2 വർഷം നീണ്ടു നിന്നു ആ പഠിപ്പിക്കൽ. 2 വർഷം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഗുരു ചോദിച്ചു, ഇപ്പോൾ ഒറ്റയ്ക്ക് എത്ര പേരെ നേരിടാൻ കഴിയും? അപ്പോൾ രാജാവ് പറഞ്ഞു, എനിക്കൊരു 10,000 പേരെ നേരിടാൻ കഴിയുമെന്ന് തോന്നുന്നു. അപ്പോൾ ഗുരു ചോദിച്ചു, ഇത്രയേ ഉള്ളോ? പോരാ, 10,000 പേരെ ഒന്ന് നേരിട്ടാൽ പോരാ, അപ്പോൾ ഇനിയും പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഒരു 6 മാസം കൂടി പഠിപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും ഗുരു ചോദിച്ചു, ഇപ്പോൾ എത്ര പേരെ നേരിടാം? അന്ന് രാജാവ് പറഞ്ഞു, 5,000 പേരെ നേരിടാമെന്നാണ്. ഒരു 3 മാസം കഴിഞ്ഞ് ഗുരു വീണ്ടും ചോദിച്ചു പഠിപ്പിച്ച ശേഷം. അപ്പോൾ പറഞ്ഞു, ഒരു 1,000 പേരെ നേരിടാം. അടുത്ത 1 മാസം കഴിഞ്ഞ് ചോദിച്ചപ്പോൾ അത് 100 ആയി, 10 ആയി. അടുത്ത 1 മാസം കൂടെ കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരാളെ നേരിടാൻ കഴിയുമായിരിക്കും. അടുത്ത 1 മാസം കൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, അതൊന്നും ഇപ്പോൾ അഡ്വാൻസായിട്ട് പറയാൻ കഴിയില്ല, എതിരാളിയുടെ കരുത്തും അനുസരിച്ച് ഫലം കണ്ടേ പറയാൻ കഴിയൂ, ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, ഇപ്പോൾ നീ എല്ലാം പഠിച്ചിരിക്കുന്നു, മിടുക്കനാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹം നൽകി ആ ഗുരു പോയി. അപ്പോൾ ഇതുപോലെയാണ് പഠിക്കുമ്പോഴും 2 or 3 പ്രാവശ്യം വായിക്കുമ്പോൾ എല്ലാം അറിയാൻ ഞാൻ മിടുക്കനാണെന്ന് തോന്നും. അതൊരു അപകടഘട്ടമാണ്. 8 പ്രാവശ്യം നന്നായിട്ട് വായിക്കുക, അതും പഠിപ്പിച്ചതിൻ്റെ അന്ന് തന്നെ സമയം കണ്ടെത്തി വായിക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പതിവ് പരിപാടിയിലേക്ക് കടക്കുന്നു. അസൈൻമെൻറ്റ് ചോദ്യം എ, വിസരണത്തിന് ഒരു പ്രായോഗിക നിർവചനം എഴുതുക. ബി, ഉദയാസ്തമന സമയങ്ങളിൽ സൂര്യൻ്റെ നിറം ചുവപ്പായി കാണുന്നത് എന്തുകൊണ്ട്? ക്വസ്റ്റ്യൻ നമ്പർ എ, വാട്ട് ഈസ് മെൻ ബൈ സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്? ബി, വൈ ഡാസ് the rising and setting sun appears red? Okay, wish you all the best. ഇനി ഊർജ്ജ പ്രതിസന്ധികളെക്കുറിച്ച് പഠിപ്പിക്കുന്ന അടുത്ത ചാപ്റ്ററുമായി അടുത്ത ഫിസിക്സ് ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.